വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ നെടുകുന്നത്ത് പ്രവർത്തിക്കുന്ന മാന്നാർ വെസൽസ് ആൻഡ് ഗിഫ്റ്റിലെ വിശേഷങ്ങളാണ്. കറുകച്ചാലിലും നെടുകുന്നത്തുമായിട്ട് 2 വ്യാപാര സ്ഥാപനങ്ങളാണ് മാന്നാർ വെസൽസ് ആൻഡ് ഗിഫ്റ്റ്സിന് ഉള്ളത്. ഇത് നെടുകുന്നത്തെ ഷോറൂമിൻ്റെ മുൻപിലുള്ള ദൃശ്യങ്ങളാണിത്. ഈ സ്ഥാപനത്തോട് തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. മാന്നാർ വെസൽസ് ആൻഡ് ഗിഫ്റ്റ്സിൻ്റെ ഉടമസ്ഥർ നാദിർഷയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ സജി നാദിർഷയാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ ഉള്ള സ്ഥലത്തെല്ലാം തന്നെ ഔഷധ ചെടികളും മുന്തിരി ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രുദ്രാക്ഷവും രക്തചന്ദനവും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു. ഇത് ആ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ കാണുന്ന തടിത്തൂണുകളൊക്കെ ചെട്ടിനാട് എന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഉൾവശം. നിരവധി ഗിഫ്റ്റ് ഐറ്റങ്ങളും അതുപോലെ പ്രതിമകളും ചെമ്പൂടങ്ങൾ ഉരുളികളെയൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. ഗിഫ്റ്റുകളുടെ ഒരു വൻ ശേഖരണമാണ് ഇവിടെ ഉള്ളത്. ഇവർ പഴയ കാലത്തെ വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു ഹോബിയുടെ ഇവർക്കുണ്ട്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല ഉപകരണങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഇദ്ദേഹമാണ് നാദിർഷ. ഇത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള താളിയോല ഗ്രന്ഥങ്ങളാണ്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഫാനാണ് നിങ്ങൾ ഈ കാണുന്നത്. കറണ്ട് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഫാനാണിത്. അതുപോലെ തന്നെ പല അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല ഫാൻസി വിളക്കുകൾ ഒക്കെ അതിൻ്റെയൊക്കെ ശേഖരണം ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനത്തിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള മുറികളിലാണ് ഈ പുരാവസ്തുക്കൾ ആൻറ്റീക് കളക്ഷൻസ് ഇവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. നിലവിളക്കുകൾ, പല വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന പഴയകാല വിളക്കുകൾ, അതുപോലെ തന്നെ തടിപ്പെട്ടികൾ, പഴയകാല ഫാന്, മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഫാന്, ചെമ്പുകുടങ്ങൾ, ഉരുളികൾ, ഓട്ടുരുളികൾ, ഇതൊക്കെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങളും മറ്റ് താഴികക്കുടങ്ങൾ, ക്ഷേത്രങ്ങളെയൊക്കെ ഉള്ള ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സ്ഥാപനത്തിൽ വരുന്ന ഉടതി കാണാനായിട്ട് സാധിക്കും. അതുപോലെ പഴയകാല ചിത്രരചനകളുടെ ഒരു വൻ ശേഖരണം തന്നെ ഇവിടെ ഉണ്ട്. ഇതൊന്നും വിൽപ്പനയ്ക്കുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെ ഹോബിയാണ് ഇതുപോലുള്ള പഴയ വസ്തുക്കൾ ശേഖരിച്ച് വെക്കുക എന്നുള്ള. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പെട്രോൾ മാക്സ്, ത്രാസ്, കോളാമ്പികൾ, ഇതെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. നടരാജ വിഗ്രഹങ്ങൾ, തടിപ്പെട്ടികൾ, ഇത് ആഭരണപ്പെട്ടിയാണ്. പഴയകാലത്തെ ഒരു ആഭരണപ്പെട്ടിയാണ്. ഇതെല്ലാം പഴയകാലത്ത് ഉള്ള കെട്ടിടങ്ങൾ, സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണിത്. പൂർണ്ണമായിട്ടും സോളാറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ പഴയ ഓലക്കുടകൾ ഒക്കെ ഇവിടെ കാണാനായിട്ട്, പഴയ നെറ്റിപ്പട്ടങ്ങൾ, ഇതൊക്കെ ഇവിടെ കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ, മൺകുടങ്ങൾ, അതൊക്കെ ഇവിടെ വളരെ ഭദ്രമായിട്ട് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കാലത്ത് ഉപയോഗിച്ച മൺപാത്രങ്ങളാണ്. പെട്രോൾ മാക്സൊക്കെ ഒത്തിരി പെട്രോൾ മാക്സുകളുടെ ശേഖരണം ഇവിടെ ഉണ്ട്. പഴയകാലത്ത് പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിലാണ് പല ഫങ്ഷൻസുകളും നടന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിലവിളക്കുകൾ, നെൽപ്പറകൾ, പൂജാ സാധനങ്ങൾ, ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. എല്ലാം തന്നെ പുതിയതായിട്ട് നിർമ്മിച്ചവയാണ്. നേരത്തെ ഞാൻ കാണിച്ചത് പഴയ വസ്തുക്കളുടെ ഒരു ശേഖരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തൂണുകളൊക്കെ ചെട്ടിനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കൊണ്ടുവന്ന് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ പഴയകാലത്ത് മൈക്ക് സെറ്റുകാർ ഉപയോഗിച്ചിരുന്ന വലിയ കോളാമ്പികളുടെ ഒരു വൻ ശേഖരണം ഇവിടെ ഉണ്ട്. തികച്ചും സോളാറിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം
ഇതിനോട് ചേർന്ന് തന്നെ അദ്ദേഹം നടത്തുന്ന ഒരു ഹോം സ്റ്റേയുമുണ്ട്. അതും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. അതിൻ്റെ മുന്നിലത്തെ ഡോറ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രങ്ങളെയൊക്കെ വാതിലുകൾ എങ്ങനെയാണോ പിച്ചള പൊതിഞ്ഞിരിക്കുന്നത് അതുപോലാണ് ഇത് പൊതിഞ്ഞിരിക്കുന്നത്. ഇത് ഇരിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ച പഴയകാലത്തെ ചുവട് താങ്ങിയാണ്. അത് ഈ രീതിയിലേക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ ഇതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. പഴയകാല വസ്തുക്കളെ വൻ ശേഖരണം നിങ്ങൾക്ക് കാണാനായിട്ടും അതുപോലെ തന്നെ പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളും വിളക്കുകളും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവർ ക്ഷേത്ര നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. മന്നാർ വെസൽസ് ആൻഡ് ഗിഫ്റ്റ് എന്ന സ്ഥാപനം കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് നിരവധി ക്ഷേത്രങ്ങളുടെ കൊടിമര നിർമ്മാണത്തിനും അതുപോലെ തന്നെ ക്ഷേത്ര പിത്തള പാകുന്നതിനുമൊക്കെ പ്രാവീണ്യം നേടിയ ധാരാളം ജീവനക്കാർ ഇവർക്കുണ്ട്. താഴികക്കുട നിർമ്മാണത്തിലും പള്ളിമണികളുടെ നിർമ്മാണത്തിലും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക് യു.